എല്ലാവർക്കും ഫോക്കസ് സ്റ്റാർ പി എസ് സിയിലേക്ക് സ്വാഗതം. ഓഗസ്റ്റ് 13 നമ്മുടെ കുറച്ച് കോമൺ എക്സാംസ് കഴിഞ്ഞത്. അപ്പോൾ അതിൽ കോൺഫിഡൻഷ്യൽ അസിസ്റ്റൻറ്റ്, സ്റ്റെനോഗ്രാഫർ തുടങ്ങിയ എക്സാമുകൾക്ക് എത്ര കട്ട് ഓഫ് വരും എന്നുള്ളത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൽ ഏകദേശം ഞാൻ നോക്കിയിട്ട് ഏകദേശം കട്ട് ഓഫ് പറയുകയാണ്. പിന്നെ അതുപോലെ തന്നെ അതിലേക്ക് വരുന്ന ഡിക്റ്റേഷൻ ടെസ്റ്റ് ലോവർ ആയിരിക്കുമോ അതോ ഹയർ ആയിരിക്കുമോ, അതായത് 80 വേർഡ്സ് പെർ മിനിറ്റ് ആയിരിക്കുമോ 120 ആയിരിക്കുമോ എന്നുള്ളതാണ് ഒരു ഡൗട്ട്. അപ്പോൾ അത് രണ്ടും ക്ലിയർ ചെയ്യുന്നതാണ് വരുന്നത്. അപ്പോൾ ഇതിൽ കട്ട് ഓഫ് വരുന്നത് ഓരോ പോസ്റ്റിനും വരുന്ന ഒഴിവ്, പിന്നെ അതുപോലെ തന്നെ എത്ര കാൻഡിഡേറ്റ്സ് അറ്റൻഡ് ചെയ്തിട്ടുണ്ട്, പിന്നെ വരുന്നത് ആ ഒരു എക്സാമിൻ്റെ ടഫ്നെസ്, ഇത്രയും അതിനനുസരിച്ചിട്ടായിരിക്കും മിക്കവാറും വരുന്നത്. അപ്പം ഞാൻ പറയുന്ന കട്ട് ഓഫിൽ കുറച്ച് മാറ്റങ്ങൾ വരാം, ഓക്കെ, എങ്കിലും ഏകദേശം ഒരു കട്ട് ഓഫ് പറയാൻ പറ്റും. അപ്പോൾ ഇതിൽ LD ടൈപ്പിസ്റ്റിന് വരുന്ന അത്രയും കട്ട് ഓഫ് വരാൻ ചാൻസ് ഇല്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ഡിക്റ്റേഷൻ ടെസ്റ്റ് വരുന്നത് കൊണ്ട് തന്നെ ഇതൊരു എലിജിബിലിറ്റി ടെസ്റ്റ് മാത്രമാണ്, ഓക്കെ. അപ്പോൾ ഇതിൽ ആദ്യത്തെ കാറ്റഗറി നമ്പർ എന്ന് പറയുന്നത് 64/2023 കേരള ഷിപ്പിംഗ് ആൻഡ് ഇൻലാൻഡ് നാവിഗേഷൻ കോർപ്പറേഷൻ ലിമിറ്റഡ് സ്റ്റെനോ ടൈപ്പിസ്റ്റ് ആണ്. ആൻറ്റിസിപ്പേറ്റഡ് വേക്കൻസീസ് ആണ് വരുന്നത്. അപ്പോൾ ഇതിൽ ക്വാളിഫിക്കേഷൻ നോക്കുമ്പോൾ നമുക്ക് ഷോർട്ട് ഹാൻഡ് ഇംഗ്ലീഷ് ലോവർ ആണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഡിക്റ്റേഷൻ ടെസ്റ്റ് നമുക്ക് ലോവർ ഗ്രേഡ് ആയിരിക്കും, അതായത് 80 വേർഡ്സ് പെർ മിനിറ്റ് ആയിരിക്കും നമുക്ക് ഡിക്റ്റേഷൻ വരിക, ഓക്കെ. അപ്പോൾ ഇതിൻ്റെ എത്ര കാൻഡിഡേറ്റ്സ് അതിൽ അറ്റൻഡ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് നോക്കാം. 64/2023 സ്റ്റെനോ ടൈപ്പിസ്റ്റ് ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റ്. ഇതിൽ 8531 പേരാണ് നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സ് എന്ന് പറയുന്നത്, ഓക്കെ. അപ്പോൾ ഇതിൽ ആൻറ്റിസിപ്പേറ്റഡ് വേക്കൻസീസ് ആണ്, പിന്നെ ഇത്രയും കാൻഡിഡേറ്റ്സും ഉണ്ട്. അപ്പം നമുക്ക് ഏകദേശം ഒരു കട്ട് ഓഫ് പറയുകയാണെങ്കിൽ ഒരു 55 മുതൽ 65 വരെ കട്ട് ഓഫ് വരാൻ സാധ്യതയുണ്ട്. ഇതിൽ ചിലപ്പോൾ ഒരു 5 മാർക്ക് കുറയാം, ചിലപ്പോൾ കൂടാം, ഓക്കെ. 55 മുതൽ 65 വരെയാണ് പ്രതീക്ഷിക്കുന്നത്. പിന്നെ അടുത്ത നോട്ടിഫിക്കേഷൻ നോക്കാം. അടുത്തതെന്ന് പറയുന്നത് 438/2023 സ്റ്റെനോഗ്രാഫർ ഗ്രേഡ് 4 ആൻറ്റിസിപ്പേറ്റഡ് വേക്കൻസീസ് തന്നെയാണ് വരുന്നത്. ഇതിൽ ക്വാളിഫിക്കേഷൻ ഷോർട്ട് ഹാൻഡ് ഇംഗ്ലീഷ് ലോവർ ആണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഡിക്റ്റേഷൻ ടെസ്റ്റ് 80 വേർഡ്സ് പെർ മിനിറ്റ് ആയിരിക്കും വരുന്നത്. അപ്പോൾ ഇതിൻ്റെ എത്ര നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സ് ആണ് അറ്റൻഡ് ചെയ്തിട്ടുള്ളതെന്ന് നോക്കാം. ഇതിൽ വരുന്നത് 438/2023 സ്റ്റെനോഗ്രാഫർ ഗ്രേഡ് 4 ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റ്. അതിൽ 3381 കാൻഡിഡേറ്റ്സ് ആണ്. ഇത് കൺഫർമേഷന് മുന്നേ ഉള്ള നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സ് ആണ്. അപ്പോൾ ഇതിൽ ചിലർ കൺഫർമേഷൻ കൊടുത്തിട്ടുണ്ടാവില്ല, പിന്നെ എക്സാം അറ്റൻഡ് ചെയ്തിട്ടുണ്ടാവില്ല. അപ്പോൾ നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സിൻ്റെ എണ്ണം കുറയാനാണ് സാധ്യതയുള്ളത്. ഇതിനും ഏകദേശം ഒരു അതിനേക്കാളും നോക്കുമ്പോൾ കുറച്ച് കാൻഡിഡേറ്റ്സ് കുറവാണ്. അപ്പോൾ നമുക്ക് പറയാൻ പറ്റുന്നത് ഒരു 50 മുതൽ 60 വരെ ആ ഒരു റേഞ്ചിൽ കട്ട് ഓഫ് വരാൻ സാധ്യതയുണ്ട്. അടുത്തത് എന്ന് പറയുന്നത് 500/2023 കോൺഫിഡൻഷ്യൽ അസിസ്റ്റൻറ്റ് കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ബാങ്ക് ലിമിറ്റഡ് കേരള ബാങ്ക്. ഇതിൻ്റെത് 14 വേക്കൻസീസ് ആണുള്ളത്. പിന്നെ ക്വാളിഫിക്കേഷൻ നോക്കുമ്പോൾ നമുക്ക് ഹയർ ഗ്രേഡ് സർട്ടിഫിക്കറ്റിന് ഷോർട്ട് ഹാൻഡ് ഇംഗ്ലീഷ് KGT ഓർ ഇറ്റ്സ് ഇക്വാലൻ്റ് എന്ന് പറയുമ്പോൾ ഇതിൽ നമുക്ക് ഷോർട്ട് ഹാൻഡ് ഡിക്റ്റേഷൻ ഹയർ ആണ് വരാൻ സാധ്യതയുള്ളത്. അതായത് 120 വേർഡ്സ് പെർ മിനിറ്റ് ആണ് ഇതിൽ കോൺഫിഡൻഷ്യൽ അസിസ്റ്റൻറ്റ് വരാൻ സാധ്യതയുള്ളത്. അതുപോലെ തന്നെ ഇതിൽ 14 വേക്കൻസീസ് ആണ് ഉള്ളത്. അപ്പോൾ ഇതിൽ 500/2023 എത്ര കാൻഡിഡേറ്റ്സ് ഉണ്ട് എന്നുള്ളത് നോക്കാം നമുക്ക്. അതിൽ 8174 കാൻഡിഡേറ്റ്സ് ആണ് വരുന്നത്. അപ്പോൾ ഇതിന് അത്യാവശ്യം കട്ട് ഓഫ് കൂടാനാണ് സാധ്യത, ഓക്കെ. ഇതിനും ഏകദേശം 55 മുതൽ 65 ആ ഒരു റേഞ്ചിലാണ് കട്ട് ഓഫ് വരാൻ സാധ്യതയുള്ളത്, ഓക്കെ. അപ്പോൾ ഈ ഒരു 50 മാർക്ക് മുതൽ അങ്ങോട്ടേക്കുള്ള കാൻഡിഡേറ്റ്സ് മൊത്തം എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഡിക്റ്റേഷൻ ടെസ്റ്റിനുള്ള പ്രിപ്പറേഷൻ തുടങ്ങിക്കൊള്ളുക, ഓക്കെ. അവർക്ക് ഹോപ്പ് ഉണ്ടെന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ അതായത് കോൺഫിഡൻഷ്യൽ അസിസ്റ്റൻറ്റിൻ്റെയും സ്റ്റെനോഗ്രാഫറിൻ്റെയൊക്കെ ഡിക്റ്റേഷൻ ടെസ്റ്റിന് പ്രിപ്പയർ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഞാനൊരു കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പർ കൊടുത്തിരിക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ നമ്പർ അറിയാമായിരിക്കും, ഏകദേശം എല്ലാ വീഡിയോസിലും ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യുക. ആ കോഴ്സിൻ്റെ ഡീറ്റെയിൽസും പിന്നെ ഫീസ് പിന്നെ അതിൻ്റെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് എന്നുള്ളത് ഞാൻ കറക്റ്റായിട്ട് പറയുന്നുണ്ട്. കോഴ്സിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാലും നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള എഫേർട്ട് നന്നായിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഡിക്റ്റേഷൻ ടെസ്റ്റ് പാസ്സാവുകയുള്ളൂ, ഓക്കെ. അത് ആദ്യം മനസ്സിലാക്കുക.
പിന്നെ അതുപോലെ തന്നെ ഇപ്പം തന്നെ പ്രിപ്പറേഷൻ തുടങ്ങിക്കോളാം. ഓക്കെ, 50 മാർക്കിന് മുകളിലേക്കുള്ള കാൻഡിഡേറ്റ്സ് നിർബന്ധമായിട്ടും ഇപ്പം തന്നെ പ്രാക്ടീസ് തുടങ്ങിക്കോളാം. ഓക്കെ, അപ്പം ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തുകൊണ്ടാണ് ഞാൻ ഷോർട്ട് ലിസ്റ്റിൽ വന്നിട്ടും റാങ്ക് ലിസ്റ്റിലേക്ക് വരാത്തത് അല്ലെങ്കിൽ ജോലി കിട്ടാത്തതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൻ്റെ റീസണും ഇതുതന്നെയാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഷോർട്ട് ലിസ്റ്റിൽ വന്നിട്ട് മാത്രം കാര്യമില്ല. ഡിക്റ്റേഷൻ ടെസ്റ്റ് നല്ല രീതിയിൽ പാസ്സായാൽ മാത്രമേ നമുക്ക് നല്ലൊരു റാങ്കിലേക്ക് എത്താനും ജോലി കിട്ടാനും സാധ്യതയുള്ളൂ. ഓക്കെ, അപ്പോൾ അതിന് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും. എനിക്ക് പറ്റുന്ന രീതിയിൽ ഞാൻ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നിങ്ങൾക്കത് വേണമെങ്കിൽ കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ കട്ട് ഓഫ് പറയുന്നത് ഏകദേശം ശരിയാണ്, എന്നാലും അത്ര കറക്റ്റ് ആയിക്കൊള്ളണം എന്നൊന്നുമില്ല, ചിലപ്പം മാറ്റം വരാം. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.